എടാ ഞാൻ ഒരു കാര്യം കേട്ടെ ടി വി ഹൗസിൽ വാസോണ്ണന്റെ ഹൗസിൽ പോവാൻ വേണ്ടി ടിവിയിലുള്ളതാ കേറി ആധാർ കാർഡ് വണ്ടി കയറിയാലേ കാണിച്ചു തരാൻ പറ്റൂ. വണ്ടി കയറാൻ കാണിച്ചു തരാടാ. നിന്നെ കളിക്കൂല നീ കേറ്. വിശ്വസിക്കാൻ പറ്റും. സിമ്പിൾ ഇത്രേ ഉള്ളു കാര്യം. എന്താ അവൻ തന്നെ വാങ്ങിക്കട. ഓന്റെ അടുത്തൊന്ന് പറ, നമ്മളെ വിശ്വസിക്കാ ഒന്നും ചെയ്യില്ലെന്ന് പറ. വിശ്വസിക്കാൻ അതാ മുമ്പ് 2 ഗുണ്ടന്മാർ ഒന്ന് ഡ്രൈവിംഗ് സീറ്റിൽ ഒന്നപ്പുറത്ത്. വള്ളിയൊന്നുമില്ല നീ കേറ്. വള്ളിയൊന്നുമില്ല കേറ്. നീ ചില്ലായിക്കേ. അവന്റെ പേരെന്തിന്? അവന്റെ പേരെന്തിന്? മമ്മൂടാ. മമ്മു അവനൊക്കെ എടാ അവനവർക്ക് ഗ്യാങ്സ് ഒക്കെ എടാ കേറടാ. എടാ മമ്മു നിന്നെ ഒന്നും ചെയ്യൂലടാ. നീ കേറ്. നീ ടെൻഷൻ ആവല്ലേ? കേരള അറിയാവുന്നേ നീങ്ങനെ കൊച്ചു പിള്ളേരെ നിന്നെ കുണ്ടടിച്ചടക്കില്ല. അയ്യേ നാണമില്ല. പൊട്ടളിയാ തൂറപ്പേടിയാണ്. ശരിക്കും അവനെന്താ പേടിക്കണം? നമ്മളൊന്നും ചെയ്തില്ല ശരിക്കേ. എനിക്കറിയില്ല എന്താ പേടിയാ തോന്നുന്നുണ്ട്. തലയെ പിടിച്ച് ഉരയ്ക്കും പറഞ്ഞ ഞാനിപ്പം കൊറേ നേരമായവൻ. എടാ നമ്മ അവൻ എവിടെ പോയി? നമ്മ വാസുവിന്റെ ടീമാണ്. നിന്റെ അടുത്ത് എത്ര നേരം നമ്മ അതിന്റെ ഡ്രൈവിംഗ് സീറ്റിലുള്ള എടാ നിന്നെ ആരും എന്തെങ്കിലും ചെയ്താ? ഇല്ല ബ്രോ. നിങ്ങളെ പേടിക്കുന്നെന്താ? വാസുണ്ട് ബ്രോ നമുക്ക് മരണപ്പോരെ. കാരണം ബ്രോ നമ്മ പറഞ്ഞുതരാ. ആരൊക്കെയൊന്ന് പറഞ്ഞുതരാം. നമ്മള് ടി വി എന്റെ പേര് ചന്ദ്രൻ. ഇത് നീ 1 2 പറ. എടാ എന്റെ പേര് ചന്ദ്രൻ. ഇത് നീഗൻ. ഇത് SRK. മനസ്സിലായോ? നമ്മ വാസുവിന്റെ ടീമാണ്. അണ്ണനെ കാണാൻ പറ്റോ പ്ലീസ്? എടാ അണ്ണനെ കാണാൻ പറ്റും. ഒരു കാര്യം പറയട്ടെ. ചേട്ടാ ഒരു കാര്യം ഞാൻ അങ്ങോട്ടേക്ക് പറയാം. സിറ്റിയിൽ ആദ്യമായിട്ടാണ് ഞാന് വൈബ് പിടിക്കാൻ വേണ്ടിട്ട് ആ പൊയക്കായിരിക്കും ഞാൻ കൊറേ സമയം നിന്ന്. എനിക്ക് ഒരാളും എന്റെ പേര് വൈബ് പിടിക്കുന്നില്ല. നിങ്ങൾ നല്ലൊരു വൈബ് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടാ. നമ്മ ചില്ലാണ്. നീ വിചാരിക്കുന്ന പോലെയല്ല. നമ്മള് പക്ഷെ നിങ്ങൾക്ക് മറ്റേ സ്വഭാവം ഉണ്ടെങ്കിൽ ഏത് ചില്ലായിട്ടും കാര്യമില്ല. ഞാൻ വിചാരിച്ചോട്ടെ നിന്നെ കണ്ട പാരിൽ കുണ്ടടിച്ചാ നീ ഇങ്ങനെ ചോദിക്കാനായിട്ട് ഇങ്ങനെ അല്ല പ്രത്യേകത ആൾക്കാരെ വിളിക്കും. ആരെ കൊണ്ടുപോയി? നിനക്ക് ഗൊഗ്ഗോ കിട്ടിയാ? എന്താ മോനെ നിനക്ക് കാട്ടിൽ പോയിട്ട് ഞാൻ പറയാ നിനക്ക് വാസു അണ്ണന്റെ എന്തിനാ വാസു അണ്ണന്റെ പറഞ്ഞേ? അണ്ണനെ ഒന്ന് കാണട്ടെ. ഞാൻ കാര്യം പറഞ്ഞടാ. നിനക്കിങ്ങനെ അണ്ണനെ അറിയാം നമ്മുടെ. അതാണ് ഞാൻ എന്റെ ആദ്യത്തെ ചോദ്യം. ഏതണ്ണൻ? അണ്ണനറിയാത്ത ആരുള്ള മോനെ? അണ്ണനറിയാത്ത ആരുള്ള? ഇല്ല സിറ്റിയിൽ പുതുട്ടന്ന ആൾക്ക് വാസുവിനെ അറിയാൻ വഴിയില്ലല്ലോ. അണ്ണൻ ആർക്കും അറിയാത്ത മുത്ത. സിറ്റിയിൽ ആർക്കും അറിയാത്ത. അതല്ല അറിയാം. എവനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. നീ ഒന്ന് F അടിച്ചിട്ട് നിന്റെ ഐഡന്റി കാർഡ് കാണിച്ചേ. ഐഡന്റി കാർഡ് നമുക്ക് ആകെ സാമാനം മാത്രല്ല, അല്ലാണ്ട് ഐഡന്റി കാർഡ് ഒന്നും ഇല്ല മോനെ. സാമാനം കാണിക്കാൻ നിന്റെ അടുത്ത് പറഞ്ഞ സാമാനം ഉണ്ടോ? അതുണ്ടാ
പിന്നെ എന്തിനാ നീ പറഞ്ഞു നടക്കുന്നേ? ഉള്ളവരെല്ലാരും പറഞ്ഞു നടക്കോ സാമാനുണ്ട് സാമാനുണ്ടെന്ന്? നീ എന്തായി പറയുന്നേ? ഓൾറെഡി ഇങ്ങനത്തെ ഒരു വർത്താനങ്ങളുണ്ട്. എന്ത് എന്തെന്ന് വെച്ചാ അങ്ങനത്തെ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇപ്പൊ പറയാൻ പറ്റുമോ നമുക്ക് അറിയുന്നില്ല. അല്ല എന്ത് എന്ത് വർത്താനം വർത്താനം പറ. അത് നമുക്ക് ഗ്യാങ് ഹൗസിൽ എത്തിയിട്ട് നമുക്ക് സംസാരിക്കാം. നമുക്ക് അവന് ഗ്യാങ് ഹൗസിൽ കൊണ്ടുപോകണം. എന്നെ വീടെ കാണിച്ചു ഗ്യാങ് ഹൗസിൽ പോയിട്ട് ഒന്ന് ചില്ല. ഞാൻ മാറ്റാം. എനിക്ക് ഇവിടെ വൈഭവം ഉണ്ട്. നമുക്ക് ഭയങ്കര ചില്ല് ചെയ്യണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചില്ലിയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനത്തെ ചില്ലാണ് ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മള് പലതരത്തിലുള്ള ചില്ലുണ്ട്. അത് പറ അത് പറ. നിങ്ങളെങ്ങനെ ചില്ല് ചെയ്യും? അല്ല നിനക്ക് എന്താണ് വേണ്ടുന്നത് അത് മാത്രം തന്നാ പോരെ. നീ പറ എന്ത് വേണം. നിന്റെ ആ ഒരു മൂഡ് പറ. ഫുഡെല്ലാം കഴിച്ച് വൈവാക്കാം. നമുക്ക് ആ ഫുഡും പാട്ടും ഓളം. ഞാൻ പാട്ടോളം ഞാൻ കായലാണ്. പാർട്ടിക്കൊന്നും പോണ്ട. പാർട്ടി വൈബ് പൊമ്പിള്ളറെല്ലാം വേണം. എന്നാലേ പാർട്ടി വൈബ് ഉണ്ടാവും. നമുക്ക് ഞാൻ കാണട്ടെ. നമുക്ക് ഇവിടെ ഒരു സംഭവമായിരിക്കണം. ആദ്യമായിട്ട് ഒരു ഗ്യാങ്ങിനെ കണ്ടുമുട്ടുന്നത് നിങ്ങള് നിനക്ക് എത്ര വയസ്സാണ്? എത്ര വയസ്സുണ്ട്? നീ റൈറ്റിലോട്ട് നോക്കിയേ. ഇതാ ഇത് കണ്ടാ കണ്ടാ ഇത് കണ്ടാ? ഇതാണ് നമ്മുടെ വീട്. അണ്ണനെവിടെ? അണ്ണൻ കുളിക്കല? കൊറേ കഷ്ടപ്പെടണം. അങ്ങനല്ല ഇപ്പൊ ഒരു 5 മിനിറ്റത്തെ 5 മിനിറ്റില് ഗ്യാങ് ആണോ? നിങ്ങളെ പേരാണ്. എന്റെ പേര് മമ്മുക്കോയ. എടാ നീ ഒരു ഗെയിമർ അല്ലേ? നിന്റെ ചിഹ്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതെ നിന്റെ ചിഹ്ന കണ്ടിട്ട് മനസ്സിലാവും. നീ ഒരു ഗെയിമർ അല്ലേ? നിന്റെ ചിഹ്ന കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതെ നിന്റെ ചിഹ്ന കണ്ടിട്ട് മനസ്സിലാവും. നീ കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യണം കേട്ടാ. നിനക്ക് ഭയങ്കര നല്ല മുഖത്ത് ചുണ്ണിയല്ലടാ നിനക്ക് ചെടിക്കല്ലടാ. ചിന്നെന്ന് പറഞ്ഞപ്പോ നീ എന്താ ചുണ്ണിയെന്ന്? അവന് ചിഹ്നെന്ന് പറഞ്ഞ മനസ്സിലാവില്ല. അക്ഷരം മാറിപ്പോ അക്ഷരം താടി 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 വരാൻ എന്താ ചെയ്യേണ്ടത്? വെളിച്ചെണ്ണ വെച്ചാൽ മതി. താടി വരാനായിട്ട് നീ താടിയല്ലേ വളച്ച് വിളിച്ച്. ഇവരെ കുടുംബത്തിൽ കയറ്റാ കൊള്ളത്താണെ. ഇവനെ കേട്ടണ പറയുന്നേ. ഇവൻ പറയണ ഫുള്ള് റോങ് ആണല്ല. ചിന്ന് ചുണ്ണി വെളിച്ചെണ്ണ ഇതൊക്കെ റോങ് ആണല്ല. ഇതൊക്കെ ഫുള്ളൊരു നിങ്ങളിങ്ങനെ ഒന്നല്ലല്ലോ കടൽ തീരത്തെന്ന് പറഞ്ഞത്. ശരിക്കും നീലടാ നീ പിന്നെ വെളിച്ചെണ്ണ ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ആര് കൊണ്ടുവന്നില്ലേ? റോങ് ലുക്ക് ഉണ്ടാട്ടാ. ഇനി ഇങ്ങനത്തെ വർത്തമാനം അന്റെ മൂഡ് ഒരു പഫ്സ് കൊള്ളുന്ന പോലത്തെ മൂടാ. നിങ്ങളെ നോക്കണ്ട മൂഡ്. നിങ്ങൾ എന്താണ് ഇങ്ങനൊന്നും പറയുന്നത്? നിങ്ങൾ മറ്റടുത്ത വർത്താനം പറയല്ല. ഞാൻ അണ്ണനെ കാണാൻ മതി. അണ്ണനെ കണ്ടിട്ട് അനുഗ്രഹമായിട്ട് ഞാൻ പോയിക്കോളൂ. അണ്ണ കിടക്കാണ് അണ്ണനോട് എണീക്കാൻ പറ. നീ ഉറച്ചെടുക്കല്ലേ? എനിക്ക് ഇതൊന്നും കാണാൻ പറ്റും. ഗ്യാങ് ഹൗസ് എല്ലാം ഒന്ന് കാണാൻ പറ്റോ? ഇവനിപ്പോ ഇത് കാണിച്ചു ഇപ്പൊ അങ്ങോട്ട് ഓടി. ബാക്കിലേക്ക് ഓടി. വെളിവില്ലാത്തവൻ അങ്ങോട്ട് പോയവൻ. എടാ ഇങ്ങോട്ടോ 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 ഇങ്ങോട്ട് പോയി വാസനോട് സിറ്റി കയറ്റിയല്ല മൂടായിരിക്കും. എടാ കുട്ടാടാ അല്ല ഇപ്പൊ കേറിയാ നന്നായിരിക്കും ചന്ദ്രു. അല്ല ഇപ്പൊ കേറ്റിയാ നന്നായിരിക്കും. ഒന്നുമില്ല കണ്ണാപ്പി സത്യം പറയുന്ന കേട്ടില്ലേ? സോറി അടിച്ച് ഫിറ്റാളിയാ. വേണ്ട കേട്ടണ്ട. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എടാ ഞാൻ ആദ്യമായിട്ടാണ് അന്നൊന്ന് സൽക്കരിക്കണം. എവിടെ എവിടെ ചന്ദ്രനോടോ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇവൻ ആരാടാ ഇവൻ? ഇങ്ങോട്ട് ഞാൻ നടക്കാം. ഞാൻ ഒന്ന് പോട്ടെ. ഒന്ന് ബാ. കമോൺ കമോൺ എവരിബഡി. നമ്മൾ വൈബാക്കാൻ വന്നതല്ല. നമ്മൾ വൈബാക്കാൻ വന്നതാ. കമോൺ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് നടക്ക്. ഇതാര് ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റുമോ? നീ എറിഞ്ഞിട്ടവനെ ഇത് ഷമീറല്ലേ? ഷമീറല്ലേ?
ആ അതെ 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 എടാ ഷമീറെ, ഒരു കയ്യബദ്ധം. കുട്ടിയെ വെള്ളം കുടിക്കാതെ തലയിറങ്ങി വീണ് വെള്ളം കൊണ്ടാണ്ട് മരിച്ചവൻ നമ്മള് എവിടെ, വെള്ളം എവിടെ? ചോദിച്ചു. അവൻ ദേ അവിടെ കിടക്കുന്നു. ചോദിച്ചിട്ട് ഈ മഞ്ഞറിഞ്ഞ ഇതാരാള് എടാ നീ ഉറങ്ങാതെ എണീര്, എണീര്. നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാ പറഞ്ഞ ഷെയ്ഖിന്റെ കൂടെ നിന്ന് കിട്ടിയതാ ആളെ. പേര് മമ്മു ഇല്ല എന്നാ. എനിക്കറിയില്ല മമ്മോ ആ. ഇത് അറിയിടത്തിയാ ഇതെപ്പോ ഇവനെത്തിയല്ല നിങ്ങള് മറ്റേ ആളല്ലേ ആരാ? ഇന്നലെ നമ്മള് മീറ്റ് ചെയ്തായിരുന്നു ആ, ഇത് നമ്മള് meet ചെയ്തായിരുന്നാ? ഇല്ല എന്നാ ലെവി വേറെ ആളെ ഇപ്പോളിക്കട വിളിച്ചത്. ഇപ്പോളിക്കട ലെവി ഇപ്പോളിക്കട. അല്ല, ഇന്നലെ നമ്മള് മീറ്റ് ചെയ്ത ആളാണോ നിങ്ങള് അല്ലല്ലോ ഇല്ല 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 ഇല്ല. ആ എന്നാ പിന്നെ വേറെ ആളായിരിക്കും നിങ്ങളെ പേരെന്താ എന്റെ പേര് ചന്ദ്രൻ. ഹലോ. ചന്ദ്രനോ നിങ്ങളാണോ ചന്ദ്രൻ ടി വി ചന്ദ്രൻ അതെ 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 അതെ. ഞാൻ ചന്ദ്രൻ. ആ എന്തെല്ലാം സുഖല്ലേ സുഖാണ് സുഖാണ് സുഖല്ലേ? സമീറിനെ കണ്ടായിരുന്നു, ഷെയ്ഖിനോടെ കണ്ടായിരുന്നു. ആ ഷെയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ വിളിക്ക് 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 വിളിക്ക്. എന്റെ ഫോണിൽ ചാർജ് ഇല്ല ഒന്ന് വിളിച്ചു തരുമോ ഷെയ്ക്കിന്റെ നമ്പർ ഉണ്ടാ ആ ഉണ്ടോ, ഞാൻ വിളിക്കാം വിളിക്കാം. സ്പീക്കറിടാ സ്പീക്കറിടാ സ്പീക്കറിടാ. ആ സ്പീക്കറിലിട് ഈ നാറി മരിച്ചെന്ന് തോന്നല്ല നാറി മരിച്ചോ ആള് ആള് പോയി. ഒന്ന് ഹെൽപ്പ് ഇടാവോ? അറിയോ? എങ്ങനെ T/help. അതെ ഷെയ്ഖേ, ഷെയ്ഖിനെ ഒരാള് ID വിളിക്കുന്നു. ID ഒന്ന് റബ്ബ് ചെയ്യാൻ വേണ്ടി. ഹലോ. എടാ ഞാനാണ് ഷമീറാണ് കണ്ണൂർ കിങ് കണ്ണൂർ കിങ് പറ. ആ ഞാൻ വീടുണ്ട് ടി വിന്റെ ഉള്ളിലുണ്ട് ഇങ്ങോട്ടേക്ക് വാ 1% ടിവിന്റെ അടുത്തെത്തി. ആ വാ ആ എത്തി ആ എന്നാ ഞാൻ പോയിട്ട് വരാം ആ പോവാണോ? ഇവിടാണോ ജനിച്ചത്? ഞാൻ ഇവിടെ ജനിച്ചു പോയി പിന്നെ ഇവിടെ ഇന്നലെ അങ്ങനല്ല ഇന്നലെ ഞാൻ വാസുവണ്ണനെ കണ്ടിട്ട് ബായി പറഞ്ഞിട്ട് പോയതാ ആ അതാണ് ഞാൻ വാസുവണ്ണൻ വന്നോ വാസണ്ണ വന്നില്ല. വാസണ്ണ ഇന്ന് ഒരു പരിപാടിക്ക് പോയേക്കാം. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇയാളെ നമ്മള് പാഴ്സലാക്കി അങ്ങ് എത്തിക്കാം. എണീറ്റിട്ട് വേണമെന്നില്ല കുഴിച്ചു കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഇല്ല ഇനിയിപ്പോ വന്നിട്ടില്ലെങ്കിലോ പ്രശ്നമൊന്നുമില്ല ഓക്കെ ബൈ ഓക്കെ ഓക്കെ. എടാ അവനെ കല്ലറയിലോട്ട് അവൻ അടക്കിയാല നമ്മുടെ കല്ലറയും തുറന്നേ ഞാൻ പറയട്ടെ ക്യാരക്ടർ നമുക്ക് എടാ ഇല്ലടാ എടാ ഇവൻ നമ്മളെ വിശ്വസിച്ച് വന്നേലടാ ഇവൻ നമ്മളിങ്ങനൊക്കെ ചെയ്യണം. സത്യത്തിലെ ആളെ ചന്ദ്രു പറഞ്ഞില്ലേ എടാ മമ്മു നീ അബോധാവസ്ഥയിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ മമ്മു? ശരിക്കും നീ ഇപ്പൊ മരിച്ചു. അപ്പൊ ഇനി അടക്കുക എന്നുള്ളതല്ലാണ്ട് നിന്റെ ആത്മാവിന് വേറെ ശാന്തി കിട്ടാൻ പോകില്ല. ശാന്തി ഇല്ല. ദേ നമ്മള് അടക്കാൻ പോവാ നിന്നെ. അടി നമുക്ക് പിത്തൽച്ചിട്ടോടെ അടക്കാം. പിത്തൽച്ചിട്ടോടെ കിടന്നോട്ടെ. ഇതാണ് പിത്തൽജി. ഇനിയിപ്പോ നീ മരിച്ച് ഇനിയിപ്പോ ഈ പുള്ളിയായിട്ടാണ് നീ കിടക്കണ്ടേ. ഇനി ജീവിതകാലം ഫുള്ള് നീ കേറി കഴിഞ്ഞാ ഇങ്ങനെ ഇവിടെ കിടക്കും. അമ്മോ നീ ചത്ത് മരിച്ചു നീ. കൂട്ടുകാട്ടിനുള്ള പിത്തൽജി മാത്രമേ ഉള്ളൂ. ഷെയ്ഖിനോട് കാര്യം പറയണ്ടേ? പറയണത് അത്യാവശ്യമാണ്. നമ്മള് വിശ്വസിച്ച ഒരാള് വണ്ടി കയറിട്ട് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ബോധം കെട്ട് അറ്റാക്ക് വന്ന് തീർന്നെന്ന് പറയുന്നതിന് കുഴപ്പമില്ല. പിത്തൽജി സഹകരിക്കുമായിരിക്കുമല്ലേ? ആത്മാവ് വിളി കേട്ട് കഴിഞ്ഞാ പക്ഷെ പിത്തൽജി ഇത്തിരി സീനാണ് ഇപ്പൊ. പുതിയ കിളിന്ത് പയ്യനെ കിട്ടിയ ഗൊഗ്ഗാണ് പ്രശ്നമാണ് ഇത്. മമ്മു നിനക്ക് പറ്റൂടാ? പ്രശ്നമല്ല അളിയാ. പിത്തൽജിനെ നോക്ക്. പിത്തൽജി ചിരിച്ചോണ്ടിരിക്കണല്ലോടാ കാണുമ്പോ. ഓ സത്യം. ഇനിയിപ്പോ മമ്മുവിന്റെ ഫോട്ടോ ഇപ്പുറത്ത് നോക്കണല്ലോ അളിയാ. ഇല്ലടാ നമ്മുടെ ഗ്യാങ് ഹൗസിൽ മാത്രമേ അടക്കാൻ പറ്റൂ. പിന്നെ അവന്റെ ആത്മാവിന് ശാന്തി കിട്ടാനാണ്. കുഴപ്പമില്ല. എന്തിനാ ആരും അറിയത്തില്ല, നമ്മൾ മാത്രമല്ല അറിഞ്ഞത്. ഒരു കാര്യം ചെയ്യാം. ചെറിയൊരു പ്രശ്നമായി. എന്താ മമ്മൂല്ലേ ആ പുള്ളി ഈ ലോകത്തിനോട് വിട പറഞ്ഞു. പുള്ളി ഇവിടെ മറ്റേ മഞ്ഞില് ചിറക്കി തലയടിച്ച് വീണ് ആളന്ന് പോയി. അല്ല ടിവിയിലുണ്ടോ? ഞാൻ ഗ്യാങ് ഹൗസിൽ വന്നോട്ടെ. ഗ്യാങ് ഹൗസില് വന്നോ ബാക്കിൽ വന്നോ? ഗ്യാങ് ഹൗസിന്റെ ബാക്കിലോട്ടൊരു വഴിയുണ്ടല്ലോ, അങ്ങോട്ട് വന്നോ. ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലുണ്ടോ ശരിക്കേ? ഫ്രണ്ടിലുണ്ട്. അകത്തോട്ട് നേരെ വാ. അകത്തോട്ട് നേരെ വന്നോ. ഞാനിവിടെ ഉണ്ട്.
വാ വാ ചേക്കെ നമ്മള് കബറിന്റെ രക്ഷിക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല, അങ്ങോട്ടേക്ക് എടുക്ക്. നമ്മള് കബറിന്റെ അങ്ങോട്ടുണ്ട് വാ. ചേക്കെ അകത്ത് ആ ചന്ദ്രു അകത്തൊരു മൃതദേഹം അന്തിമ വിശ്രം കൊള്ളുവാണ്. ചെരുപ്പൊന്നും ഉരുട്ടിട്ട് കയറണേ. ചെരുപ്പൂരണല്ലേ? വാ ഷമീറ ഉസ്മാനെ വാ. ആത്മാവിന് ശാന്തി മമ്മു അവൻ മരിച്ചു. ഷെയ്ക്ക് നമുക്ക് അണ്ണനെ കാണിക്കാൻ പറ്റിയില്ല അവനെ. ഷമീറ മമ്മു ചത്തുപോലും. മമ്മു ചത്ത. മമ്മു മരിച്ചു. മമ്മു പോയി. അല്ല ഞാനല്ല അവനെ മമ്മു അവനെ അടക്കണം. അവന്റെ കർമ്മം ചെയ്യാൻ ആരെങ്കിലും വേണം. കർമ്മം ചെയ്യാൻ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? കർമ്മം ഞാൻ ചെയ്യാം. നിനക്ക് വേറെ കബറുണ്ടാ? ഞാൻ കൊണ്ടുപോയിക്കോളാം. ഇവിടെ പോയി കുഴിക്കുമ്പോ നോക്കി കുഴിക്കണേ. അകത്ത് ഒരാളുള്ളതാണ്. അകത്തൊരു ശവം ഇറങ്ങുവാണേ. ആ ഫോട്ടോ ഉണ്ടായിരുന്നോ? എടാ പാവം മരിച്ചടാ. നല്ല കാര്യം. എടാ ചെക്കൻ മരിച്ചടാ. എടാ എടുത്ത് ശരിക്കും ഡ്രാഗി തോളത്തെടുത്ത് നമുക്ക് ആളെ കൊണ്ടുപോയിട്ട് മമ്മു ഈ നക്ക് നക്കാനുള്ള ബുദ്ധിയില്ല. സിറ്റിയില് 10 ദിവസം തന്നെ ഒരാൾ മരിക്കാൻ ആദ്യമായിട്ടാണ് കേട്ടാ. വന്ന ദിവസം തന്നെ മറ്റേ ശ്മശാനത്തിലോട്ട് പോകണമെന്നുണ്ടെങ്കിലേ അത് ഒരു അന്തസ്സാണ്. മറ്റൊരാളുടെ തമാശ കളിക്കല്ലേ. ഞങ്ങൾ പോയിട്ട് വരാം. നമ്മളടുത്ത് ദേഷ്യവും തോന്നലെന്ന് പറയണേ. നമ്മള് കുഴപ്പമില്ല മനുഷ്യന്റെ കാര്യം ഇങ്ങനെ. ബൈ ബൈ ഉസ്മാനെ, ബൈ ബൈ. ചെയ്യാൻ പറ്റാ. എടാ ഇവന് ഇനി നേരെ കൊണ്ട് അടക്കിക്കോളൂ. ഒന്നും ചെയ്യാനില്ല ഇനി. നമ്മള് മാക്സിമം ശ്രമിച്ച് നേരെ മുതുക്കിന് മുകളിലൊരു പബ്ലിക് ഇതുണ്ട്. അവിടെ രക്ഷിക്കാൻ ഒരേ വഴിയുള്ളൂ. ഇവിടത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ലാസ്റ്റ് അവരുടെ കയ്യിലായിരിക്കണേ. ഹോസ്പിറ്റലിലേക്ക് എടുക്കും. കാർ ഓടിക്കാൻ പഠിക്കാം. എന്തൊരു ഭാഗ്യമല്ലേ അവന്. വന്ന് തന്നെ ഞാനൊരു കബറും കിട്ടിയില്ല. അവനെ എറിഞ്ഞു കൊന്നെന്ന് പറഞ്ഞാ സത്യം അവന്റെ ആത്മാവ് പോലും സഹിക്കൂല കേട്ടാ. നീയാണ് അവന് മനസ്സിലായിട്ട് കൂടി ഇല്ല. കുഴപ്പമില്ല. മണ്ണ് വാരി എറിഞ്ഞ്. ഇല്ല അത് മഞ്ഞ് വീണാ മരിച്ചവൻ. മഞ്ഞ് എന്തൊക്കെ മനുഷ്യരല്ലേ അവന്റെ ലൈഫ്. വാസോണനെ കാണാൻ വന്നേടാ പാവ. തീരെ പ്രായാണ്.